മരണമാസ് വിഷു റിലീസായി വന്ന 3 മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് ബേസിൽ ജോസഫ് നായകനായി വന്ന മരണമാസ്. ബേസിലിന്റെ സുഹൃത്തും നടനുമായ ടോവിനോ തോമസ് ആണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ശിവപ്രസാദ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സിജു സണ്ണിയാണ് ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത്. ബേസിലിനെ കൂടാതെ ചിത്രത്തിൽ രാജേഷ് മാധവൻ, പ്രശാന്ത് അലക്സാണ്ടർ, സിജു സണ്ണി, ബാബു ആന്റണി, അനിഷ്മ അനിൽകുമാർ, സുരേഷ് കൃഷ്ണ, ജോമോൻ ജ്യോതിർ, പൂജ മോഹൻരാജ്, ഗുരു സോമസുന്ദരം തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. പ്രധാനമായും ഒരു സീരിയൽ കില്ലറുടെ അല്ലെങ്കിൽ തുടർച്ചയായി നടക്കുന്ന ചില കൊലപാതകങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് മരണമാസ് കഥ പറഞ്ഞു പോകുന്നത്. അതിനകത്ത് വരുന്ന കഥാപാത്രങ്ങളായാണ് ബേസിലിന്റെ റോളും മറ്റും ചിത്രത്തിൽ വരുന്നതും. അടിമുടി കോമഡി നിറച്ചാണ് ചിത്രത്തിന്റെ കഥ നീങ്ങുന്നതെങ്കിലും കോമഡി രംഗങ്ങൾ എത്രത്തോളം വർക്കായി എന്നുള്ളതും നോക്കേണ്ടതാകുന്നു. ആകെ ഒരു സ്പൂഫ് മോഡൽ ചിത്രമായും ഇതിനെ വിലയിരുത്താം. ബേസിൽ ജോസഫിനെ ആംഗ്രി സൂപ്പർ സ്റ്റാർ, സാഡ് സൂപ്പർ സ്റ്റാർ, ബാലൻസിംഗ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ചിത്രത്തിന്റെ പല സന്ദർഭങ്ങളിലും ടാഗ് ചെയ്ത് കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ പടത്തിന്റെ രംഗങ്ങൾ നോക്കുമ്പോൾ ബേസിലിന്റെ രംഗങ്ങൾ കുറവായും തോന്നുന്നു. സെക്കൻഡ് ഹാഫിൽ മുഴുവൻ ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളായാണ് കാണിച്ചിരിക്കുന്നത്. സുരേഷ് കൃഷ്ണ കോമഡി രീതിയിലാണ് അദ്ദേഹത്തിന്റെ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ റോൾ ഏകദേശം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനുള്ള എഫക്റ്റ് കണ്ടുകൊണ്ട് തന്നെ എഴുതിയതായി തോന്നി. ബാബു ആന്റണിയും പ്രശാന്ത് അലക്സാണ്ടറും ചിരിപ്പിക്കുന്ന പോലീസ് ഓഫീസേഴ്സായി ചിത്രത്തിൽ എത്തുന്നു. ചിത്രത്തിലെ കഥാപാത്രങ്ങളെ ആകെ നോക്കുമ്പോൾ എല്ലാവരും തന്നെ ഒരു കാരിക്കേച്ചർ തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് പേഴ്സണലി തോന്നിയത്. അതുകൊണ്ട് തന്നെ സിനിമയും അത്തരത്തിൽ ഒരു സ്വഭാവം നിലനിർത്തുന്നതാണ്. ആ ഒരു ആക്ഷേപഹാസ്യ കാർട്ടൂൺ ഫീൽ. ഓവറായി ലോജിക്കും അപ്ലൈ ചെയ്ത് കാണാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ സൊസൈറ്റിയിലെ ചില ട്രെൻഡുകളെയും സാഹചര്യങ്ങളെയും ഹാസ്യവൽക്കരിച്ചും ട്രോളിക്കൊണ്ടും ആണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ബേസിലിന്റെ കഥാപാത്രം ഇന്നത്തെ ചില ബോയ്സിനെ കാണിക്കുന്നു. അയാളുടെ കാമുകിയും അത്തരത്തിൽ ഇന്നത്തെ ചില യുവതികളുടെ പ്രതിനിധിയായി മാറുന്നു. സുരേഷ് കൃഷ്ണ സെൽഫ് ട്രോളിനോടൊപ്പം ലേറ്റ് മാരേജിന്റെ ഇരയായ ഒരാളുടെ ചിന്തകളും ചിത്രത്തിൽ കാണിക്കുന്നു. സൊസൈറ്റിയിലെ പൊതുശല്യങ്ങളാകുന്ന മുതിർന്ന പൗരന്മാരെയും ഇന്നത്തെ സേവ് ദ ഡേറ്റിനു പുറകെ പോകുന്ന ദമ്പതികളെയും ഒക്കെ ചിത്രത്തിൽ സർക്കാസ്റ്റിക് രീതിയിൽ അണിയറക്കാർ കാണിക്കുന്നുണ്ട്. അതെല്ലാം എത്രത്തോളം ക്ലിക്കായി എന്നിടത്താണ് ചിത്രത്തിന്റെ വിജയം. രണ്ടാം പകുതിയിലാണ് ബേസിലിന് പ്രധാനമായും രംഗങ്ങൾ വരുന്നത്. രാജേഷ് മാധവന് ചിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കാൻ കിട്ടിയിരിക്കുന്നത്. അത് അദ്ദേഹം ഭംഗിയായി തന്നെ ചെയ്തുവെന്ന് തോന്നി. ചിത്രത്തിന്റെ പ്രൊമോഷൻ സമയത്തും അല്ലെങ്കിൽ അനൗൺസ് ചെയ്ത സമയത്തും കിട്ടിയ ഒരു ഇമ്പാക്ട് തിയേറ്ററിൽ വന്നില്ല എന്നാണ് പേഴ്സണലി തോന്നിയത്. ചില കോമഡി രംഗങ്ങൾ വർക്കാവാത്ത പോലെ തോന്നി. വിഷുവിനോ അല്ലെങ്കിൽ ഉത്സവ സീസണുകളിലോ ഒക്കെ അടിച്ചുപൊളിച്ചു കാണുവാൻ പറ്റിയ തരത്തിലുള്ള പടം പ്രതീക്ഷിച്ചു പോയി കാണേണ്ട ചിത്രമാകുന്നു മരണമാസ്. സിജു സണ്ണിയുടെ റോൾ മുൻപത്തെ ചിത്രങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന തരത്തിലുള്ളതായിരുന്നു. മൊത്തത്തിൽ ഡെസ്പായ ഒരു ക്യാരക്ടറിനെയാണ് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കിട്ടിയത്. അത് അദ്ദേഹം വൃത്തിയായി തന്നെ ചെയ്തു. ബാബു ആന്റണിയുടെ പട്ടിയെ സ്നേഹിക്കുന്ന പോലീസ് ഓഫീസറുടെ റോൾ അദ്ദേഹം നന്നായി തന്നെ ചെയ്തു. പ്രശാന്ത് അലക്സാണ്ടറിന്റെ ടൈഗർ എന്ന പോലീസ് ഓഫീസറും നന്നായിരുന്നു. മൊത്തത്തിൽ നോക്കിയാൽ ബേസിൽ നായകനായി വന്ന മുൻ ചിത്രങ്ങളുടെ ഫ്രീക്വൻസിയിൽ മരണമാസ് എത്തില്ല എങ്കിലും ശരാശരി ലെവലിൽ കോമഡി ഒക്കെയുള്ള ഒരു തരക്കേടില്ലാത്ത ഒരു ഫെസ്റ്റിവൽ മൂഡ് തരുന്ന എന്റർടൈനർ ആകുന്നു മരണമാസ്. 100ൽ ഒരു 60 സ്കോർ കൊടുക്കാൻ പറ്റിയ ചിത്രം.